DYFA സ്റ്റഡി സർക്കിളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ആദർശാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ആദർശ് ചോദിച്ചിരിക്കുന്ന ആദ്യത്തെ ചോദ്യം ഇതാണ്: വൺ ആംഗിൾ ഓഫ് എ റെഗുലർ പോളിഗൺ ഈസ് 168 degree. How many sides does it have? ഒരു റെഗുലർ പോളിഗണിന്റെ എല്ലാ ആംഗിളും സെയിം ആയിരിക്കുമല്ലോ. അപ്പോൾ ആ വൺ ആംഗിൾ എല്ലാം ഈക്വൽ ആയിട്ടുള്ള ഒരു ആംഗിൾ 168 ഡിഗ്രി ആണെങ്കിൽ ആ പോളിഗണിന്, റെഗുലർ പോളിഗണിന് എത്ര സൈഡ്സ് ഉണ്ട് എന്നതാണ് ചോദ്യം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് കാണാം, ഒരു ട്രയാങ്കിൾ വരച്ചാൽ അതിന്റെ 3 ആംഗിളുകളും കൂട്ടിയാൽ നമുക്ക് 180 ഡിഗ്രിയാണ് കിട്ടുക. ഒരു ക്വാഡ്രിലാറ്ററലിന്റെ 4 ആംഗിളുകളും കൂട്ടിയാൽ നമുക്ക് 360 ഡിഗ്രി കിട്ടും. ഒരു പെന്റഗൺ ആണെങ്കിലോ അതിന്റെ 5 ആംഗിളുകളും കൂട്ടിയാൽ നമുക്ക് 540 ഡിഗ്രിയാണ് കിട്ടുക. ഒരു ഹെക്സഗൺ ആവുമ്പോഴോ ആ ആംഗിള് 720 ഡിഗ്രി ആയി മാറും. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഒരു n സൈഡഡ് പോളിഗൺ ആണെങ്കിൽ, എല്ലാ ആംഗിളുകളും കൂടി കൂട്ടിയാൽ n-2 into 180 ഡിഗ്രി എന്ന ആംഗിൾ ആണ് നമുക്ക് ടോട്ടൽ കിട്ടുക. അപ്പോ n സൈഡഡ് ആണെങ്കിൽ n-2 into 180 ഡിഗ്രി. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഇതൊരു റെഗുലർ പോളിഗൺ ആണ്. അപ്പോ റെഗുലർ പോളിഗണിന് n ആംഗിൾസ് ആണ്, n വെർട്ടിസസ് ആണ് ഉള്ളത്. ഈ n വെർട്ടിസസിലെ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. റെഗുലർ പോളിഗൺ എന്ന് വെച്ചാൽ എല്ലാ ആംഗിളും സെയിം, എല്ലാ സൈഡ്സും സെയിം. അപ്പൊ ടോട്ടൽ n-2 into 180 ആണ്. ഡിവൈഡഡ് ബൈ n എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ആംഗിളിന്റെ വാല്യൂ കിട്ടും. അതാണ് 168 ഡിഗ്രി എന്ന് തന്നിരിക്കുന്നത്. ഒരു റെഗുലർ പോളിഗണിന്റെ എല്ലാ ആംഗിളുകളും കൂട്ടിയാൽ n-2 into 180 ഡിഗ്രി ആണ്. അതിനെ നമ്മൾ n കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഒരു ആംഗിൾ എത്രയാണ് എന്ന സംഖ്യ കിട്ടും, അല്ലെ? 180 നമ്മൾ റൈറ്റിലേക്ക് എടുത്തു, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? n-2 by n എന്ന് പറഞ്ഞാൽ 168 by 180 എന്ന് കിട്ടും. അപ്പൊ n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 minus 2 by n എന്നത് 168 by 180 എന്നതാണ്. 168നെ നമുക്ക് 12 into 14 എന്ന് എഴുതാം. 180 നമുക്ക് 12 into 15 എന്ന് എഴുതാം. അപ്പൊ 12 കട്ടായി പോവും. 1 minus 2 by n എന്നത് 14 by 15 ആണ് മക്കളെ. അപ്പൊ 2 by ന്റെ വാല്യൂ നമുക്ക് 1 minus 14 by 15 എന്നത് 1 by 15 ആണ്. അപ്പൊ 2 by n 1 by 15 ആണ്. അപ്പോ n എന്ന് വെച്ചാൽ എത്രയാണെന്ന് കിട്ടി? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 into 15 30 എന്ന് കിട്ടി. എന്ന് വെച്ചാൽ 30 സൈഡുള്ള റെഗുലർ പോളിഗണിന്റെ എല്ലാ ആംഗിളും ഈക്വൽ ആയിരിക്കും. ആ ആംഗിളുകൾ 168 ഡിഗ്രി വെച്ചായിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്തൊന്നുകൂടി പറഞ്ഞുതരാം. ഇപ്പോൾ ട്രയാങ്കിളിന്റെ ആംഗിൾ 180 ഡിഗ്രി ആണ്, ക്വാഡ്രിലാറ്ററലിന്റെ ടോട്ടൽ ആംഗിൾ 360 ഡിഗ്രി ആണ്, പെന്റഗണിന്റെ ടോട്ടൽ ആംഗിൾ 540 ഡിഗ്രി ആണ്, ഹെക്സഗണിന്റെ 6 ആംഗിളുകളോട് കൂട്ടിയാൽ നമുക്ക് 720 ഡിഗ്രി കിട്ടും. അങ്ങനെ n സൈഡ്സ് ആണ് ഉള്ളതെങ്കിൽ, അല്ലെങ്കിൽ n ആംഗിൾസ് ആണ് ഉള്ളതെങ്കിൽ
n-2 ഇൻറ്റു 180 ഡിഗ്രി എന്ന ആംഗിളാണ് കിട്ടുക. റെഗുലർ പോളിഗൺ ആയതുകൊണ്ട് എല്ലാ ആംഗിളുകളും ഈക്വൽ ആയിരിക്കും. അപ്പൊ n കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ആംഗിൾ കിട്ടും. അതാണ് 168 ഡിഗ്രി. അപ്പൊ അത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ n-ന്റെ വാല്യൂ 30 ആണെന്ന് കിട്ടി. അപ്പോൾ 30 സൈഡഡ് പോളിഗണിനാണ് 168 ഡിഗ്രി ആംഗിള് വെച്ച് ലഭിക്കുക. ഇത് നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. അതും ആദർശന് ചോദിച്ച ചോദ്യമാണ്. Can we draw a regular polygon with each outer angle 60 ഡിഗ്രി ആയിരിക്കും കേട്ടോ. 6 ഡിഗ്രി. വാട്ട് അബൌട്ട് 7 ഡിഗ്രി? 6 ഡിഗ്രിയാണ്. 6 ഡിഗ്രി. വാട്ട് അബൌട്ട് 7 ഡിഗ്രി? അപ്പൊ ഈച്ച് ഔട്ടർ ആംഗിള് 60 ഡിഗ്രി വെച്ച് നമുക്കൊരു കാര്യം അറിയാം. ഏതൊരു പോളിഗൺ ആയാലും അതിന്റെ ഔട്ടർ ആംഗിൾ എല്ലാം കൂടി കൂട്ടിയാൽ നമുക്ക് എന്താ കിട്ടുക? ഔട്ടർ ആംഗിൾ എല്ലാം കൂടി കൂട്ടിയാൽ നമുക്ക് 360 ഡിഗ്രിയാണ് കിട്ടുക. അപ്പോൾ ഓരോ ഔട്ടർ റെഗുലർ പോളിഗണിന്റെ എല്ലാ ആംഗിൾസും സെയിം ആണ്. റെഗുലർ പോളിഗണിന്റെ എല്ലാ ആംഗിൾസും സെയിം ആണ്. അപ്പൊ n സൈഡഡ് പോളിഗൺ ഉണ്ടെങ്കിൽ അത് 360 ഡിഗ്രി ബൈ n ആയിരിക്കും. അത് 6 ഡിഗ്രി ആവുമോ എന്നാണ് ചോദ്യം. ഇതിൽ നിന്ന് നമ്മ n-ന്റെ വാല്യൂ 60 എന്ന് കിട്ടും. 6 കട്ടായി പോകുമ്പോൾ. അപ്പോൾ 60 സൈഡഡ് പോളിഗൺ എടുക്കുമ്പോൾ നമുക്ക് ഔട്ടർ ആംഗിള് 6 ഡിഗ്രി വെച്ച് കിട്ടും. റെഗുലർ പോളിഗണിന്റെ ഔട്ടർ ആംഗിൾ 60 ഡിഗ്രി വെച്ച് കിട്ടും. ഇനി അടുത്തത് 7 ഡിഗ്രി നടക്കുമോ എന്നതാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഏതൊരു പോളിഗണിന്റെയും ഔട്ടർ ആംഗിൾ ഒക്കെ കൂടി കൂട്ടിയാൽ 360 ഡിഗ്രി കിട്ടും. അപ്പോൾ റെഗുലർ പോളിഗൺ ആണെങ്കിൽ ഓരോ ഔട്ടർ ആംഗിൾ എന്ന് പറഞ്ഞാൽ 360 ബൈ n ആണ്. അത് 7 ഡിഗ്രി ആവുമോ എന്നാണ് ചോദ്യം. അപ്പൊ n എന്താണ് മക്കളെ? 360 ബൈ 7 കിട്ടി. അത് 51.4 എന്ന് വരും. നമുക്കൊരു നാച്ചുറൽ നമ്പർ സൊല്യൂഷൻ ലഭിക്കുന്നില്ല. പോയിന്റ് ഒക്കെ വന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടില്ല? 7 ഡിഗ്രി ഔട്ടർ ആംഗിൾ ആയിട്ട് നമുക്ക് എന്തില്ല? ഒരു റെഗുലർ പോളിഗണിനും ഇല്ല. അപ്പോൾ 6 ഡിഗ്രി ഔട്ടർ പോളിഗൺ ആയിട്ട് നമുക്ക് റെഗുലർ പോളിഗൺ ലഭിക്കും. 7 ഡിഗ്രി ആയിട്ട് കിട്ടില്ല. ഒന്നുകൂടി പറഞ്ഞു തന്നാല് ഒരു കോഡിലാറ്ററലിന്റെയോ അല്ലെങ്കിൽ പെന്റഗണിന്റെയോ ഏതൊരു പോളിഗണിന്റെയും ഔട്ടർ ആംഗിൾ എല്ലാം കൂടി കൂട്ടിയാൽ നമുക്ക് 360 ഡിഗ്രിയാണ് കിട്ടുക. റെഗുലർ പോളിഗണിന്റെ എല്ലാ ഔട്ടർ ആംഗിൾസും സെയിം ആയിരിക്കും. അത് എന്താണെന്ന് വെച്ചാൽ 360 ഡിഗ്രി എന്നോണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. അത് 6 ഡിഗ്രി ആവുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ആവും. അത് n 60 ആവുമ്പോൾ 60 സൈഡഡ് റെഗുലർ പോളിഗൺ ആവുമ്പോൾ നമുക്ക് ഓരോ ആംഗിളും 6 ഡിഗ്രി വെച്ച് കിട്ടും. അത് 7 ഡിഗ്രി ആവുമോ എന്ന് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് n ഒരു നാച്ചുറൽ നമ്പർ അല്ലെങ്കിൽ NL സംഖ്യ ലഭിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് 7 ഡിഗ്രി ഔട്ടർ ആംഗിൾ ആയി ഒരു റെഗുലർ പോളിഗൺ ലഭിക്കില്ല. താങ്ക് യു. ഇനി അടുത്ത ദിവസം കാണാം.